കർത്താവ് നിങ്ങളോടൊന്ന് പറയുന്നു, ഫാസ്റ്റിംഗ് എടുക്കുക, ചില ദിവസങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക, ദൈവസന്നിധിയിൽ ഇരിക്കുക, മാറിയിരിക്കുക, പ്രാർത്ഥിക്കാൻ ഇരിക്കുക, നഷ്ടപ്പെട്ട പ്രാർത്ഥനാ ജീവിതത്തെ തിരിച്ചു പിടിക്കുക, ബൈബിൾ എടുക്കുക, വായിക്കുക, മനഃപൂർവ്വം ഇരിക്കുക, വായിക്കുക, പ്രാർത്ഥിക്കുക, ഉപവസിക്കുക. മുട്ട നിൽക്കുന്നവന്റെ മുമ്പിൽ പലതും മുട്ടടിക്കും. ആഹാബും ഇസബേലും അശേര പ്രതിഷ്ഠകളും എല്ലാം കൂടെ ചേർന്ന് ഏലിയാവിനെ കർമ്മേലിന്റെ മലമുകളിൽ വെല്ലുവിളിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ബാലാണോ ദൈവം, യഹോവയാണോ ദൈവം എന്ന് തെളിയിക്കണം. ഇസബേലും അശേര പ്രതിഷ്ഠകളും ആഹാബും പറയുന്നു, ബാലിന്റെ ആൾക്കാർ പറയുന്നു ദൈവം ബാലാണ്. പക്ഷെ ഏലിയാവ് എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യൻ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് പറയുന്നു, there is only one God in Israel, that is Elohim, Yahweh. Hallelujah. പൈശാചിക ശക്തിക്കും ചിലതൊക്കെ ചെയ്യാൻ പറ്റും. ഈ തന്റെ ഇടത്തിലാണ് കർമ്മേലിന്റെ മലമുകളിൽ ഏലിയാവിനെ വെല്ലുവിളിക്കുന്നത്. പക്ഷെ നിങ്ങൾക്കൊരു സത്യം അറിയാവോ? ബാലേവാ ബാലേവാ എന്ന് പറഞ്ഞ് യാഗപീഠം കൂട്ടി ബാലിന് ബലി കൊടുത്ത് തലങ്ങും വിലങ്ങും നിന്ന് 800 എണ്ണം കരഞ്ഞിട്ടും പ്രാർത്ഥിച്ചിട്ടും ബാലിന് അനങ്ങാൻ പറ്റുന്നില്ല. 850 എണ്ണം പൈശാചിക ശക്തികളെ, ദേവന്മാരെ വിളിച്ചിട്ട് അതിന് ചലിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന ഒരുത്തൻ അവിടെ മുഴങ്കാലിൽ ഇരിക്കുക. നീ ഒരെണ്ണം വീട്ടിൽ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നാൽ, നീ ഒരുത്തൻ മുഴങ്കാലിൽ ഇരുന്നാൽ, നീ ഒരുത്തൻ കരം ഉയർത്തി പിടിച്ചാൽ, നീ ഒരുത്തൻ ദൈവത്തെ സ്തുതിച്ചാൽ, നിന്റെ ഭവനത്തിലല്ല, നിന്റെ ഭവനത്തിന്റെ പരിസരങ്ങളിൽ പോലും പൈശാചിക ശക്തികൾക്ക് ചലിക്കാൻ കഴിയില്ല. പ്രാർത്ഥിക്ക്, പ്രാർത്ഥിക്ക്, വെല്ലുവിളികളെ നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്ക്. നിന്റെ വീട് എത്ര ശപിക്കപ്പെട്ട വീടെന്ന് നാട്ടുകാർ പറഞ്ഞാലും, നിന്റെ ചുറ്റുപാടിൽ എത്ര അന്യാരാധനകൾ ഉണ്ടെങ്കിലും, നിനക്ക് വിരോധമായി ആരൊക്കെ ആഭിചാരം ചെയ്തിട്ടുണ്ടെങ്കിലും, ഇതിനൊന്നും ചലിക്കാൻ കഴിയാത്ത നിലകളിൽ പ്രാർത്ഥിക്കുന്നവർ പട്ടണങ്ങളിൽ എഴുന്നേൽക്കട്ടെ, പ്രാർത്ഥിക്കുന്നവർ കുടുംബങ്ങളിൽ എഴുന്നേൽക്കട്ടെ, പ്രാർത്ഥിക്കുന്നവർ സഭയിൽ എഴുന്നേൽക്കട്ടെ, പ്രാർത്ഥിക്കുന്നവർ ഉണരട്ടെ. വർഷങ്ങളായി പ്രാർത്ഥനാമുറിയിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനകൾ, എഴുതി വെച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ, ദൈവദാസന്മാരോട് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ പ്രാർത്ഥനകൾ, ഇങ്ങനെ വിവിധ നിലകളിൽ നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടികൾ വൻമഴ പോലെ നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ മറുപടികൾ വൻമഴ പോലെ പെയ്തിറങ്ങട്ടെ, പെയ്തിറങ്ങട്ടെ, പെയ്തിറങ്ങട്ടെ.